ഓം നമോ ഭഗവതേ ശ്രീലളിതാംബികായേ നമോ നമ. സർവജ്ഞനായൊരു ദേവദേവേശന്റെ സർവസ്വമായി വിളങ്ങിയിടും മഹേശ്വരി, ഗർഭിതന്മാരാ മഹിഷാദികളായ പൂർവദേവാധമന്മാരെയും ഒടുക്കുവാൻ പൂർവിയിൽ നാനാവതാരം എടുത്തോരു സർവലോകൈകനാഥേ പരമേശ്വരി. സർവവാസികളൊക്കെ നിന്നെ ആരാധിച്ചു, സർവകാമങ്ങളും സാധിച്ചു കൊള്ളുന്നു. പൂർവീപതിവരന്മാര് വിഹലോകെ പാർവതി നിന്നെ ഭജിച്ചു വാണിയിടുന്നു. സർവതപോധനന്മാരും ഹൃദയാംബുജേ നിർവാണകാമരായി നിന്നെ സ്മരിക്കുന്നു. സർവവും നിങ്കൽ നിന്നുദ്ഭവിച്ചിടുന്നു, സർവവും നിങ്കലെ തന്നെ ലയിക്കുന്നു. സർവാധികയായ നീക കാണുന്ന സർവവസ്തുക്കളിലും ചേർന്നിരിക്കുന്നു. സർവകാമപ്രദയായൊരു നിന്നെ ഞാൻ സർവദാ മാനസേ ധ്യാനിച്ചു കൊള്ളുന്നേൻ. ശ്രീപരാശക്തിയിൽ ഭക്തി വരുത്തോരു താപസന്മാർ സൂതനോട് ചോദിച്ചതു, സുധാസമം നീ ചൊല്ലിയ വാക്യവാദനപൂർവകം ഞങ്ങൾ സേവിക്കയാൽ തൃപ്തി വന്നീല. അതുകൊണ്ടിനിയും നിന്നോടുത്തമയാ കഥ ചോദിച്ചു കൊള്ളുന്നു. തൊഷ്ടാവ് തന്നുടെ പുത്രനായി കേളി കേട്ടൊരു വൃത്രാസുരനെ സുരേശ്വരൻ പോരിൽ ചതിച്ചു വധിച്ചു ഒരു വൃത്താന്തം സാരജ്ഞനാം ഭവാൻ ചൊല്ലിയിടുക വേണം. തൊഷ്ടാവ് ദേവപക്ഷത്തിലുള്ളോനെന്നു കേട്ടിരിക്കുന്നിതു ഞങ്ങളെല്ലാവരും. തൽസുതനായി വിപ്രനായൊരു വൃത്രനെ നിസംശയം ശക്രനന്തേ വധിച്ചതു. സത്വഗുണത്തിൽ നിന്നുണ്ടായി ദേവന്മാർ, മർത്യരുണ്ടായി രജസിൽ നിന്നും തഥ തിരുക്കുകൾ താമസത്തിൽ നിന്നുണ്ടായി ആര്യരാം വേദജ്ഞരേവ ഓതിയിടുന്നു. വിക്രമിയായൊരു വൃത്രനെ വഞ്ചിച്ചു ശക്രൻ വധിച്ചതു തോന്നുന്നു കുറ്റമായി. കൊല്ലുവാൻ പ്രേരണ ചെയ്തത് വിഷ്ണുവാണല്ലോ പരൻ ഹരി സത്വഗുണാനുതൻ.